ഒരു 2-3 കൂടി ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കോയമ്പത്തൂരെത്തും. ഏകദേശം ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും കോയമ്പത്തൂരെത്തും തോന്നുന്നു. അത് മതിയാവും അല്ലേ? അപ്പോൾ പിന്നെ റിവറിലേക്കൊന്നും ഇറങ്ങിച്ചല്ല. അമ്മേ ഉള്ളായിരുന്നു പോരെ. ആന വരുന്ന സ്ഥലം അല്ലേ? അവരുടെ ഉദ്യാനമാണ്. നമ്മളാണ് ഇവിടെ സ്ട്രെസ് പാസേഴ്സ്. അടിപൊളി. നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ അവിടെ. എത്ര നേരങ്ങളിൽ വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ആൻ്റെ അടുത്ത് കാലുവാരി നിരത്തടിക്കാണ്ടിരുന്നാൽ മതി. അടിപൊട്ടിടും. കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല വൈബ്. കുറേ നേരം ഇവിടെ വന്നിരിക്കുക. നട്ടുച്ചയ്ക്കാണ്, പക്ഷെ നല്ല കാറ്റുണ്ട്. നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ വന്ന് ഈ ഏരിയയിലൊക്കെ ഒന്ന് കണ്ടിട്ട് പോട്ടെ. നല്ല അടിപൊളിയാണ്. മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം മഴക്കാലം കഴിഞ്ഞ് വരുന്ന ഒരു സമയമുണ്ടല്ലോ, അവിടെ കുറച്ചും കൂടിയും നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലം സമ്മർ സീസണിലാണ് വന്നത്. അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് റഷും ഒഴുക്കൊന്നുമില്ല. ഇപ്പം എങ്ങനെയുണ്ട്? കൊള്ളാലോ? പോരെ പോരെ നേരിട്ട് പോരെ. അപ്പേ വീട്ടിലെ അയ്യോ പഞ്ചിക്കായ പഞ്ചിപ്പശിയോ? പഞ്ചിപ്പശി ഉണ്ടാക്കുന്നത് നമ്മുടെ പട്ടത്തിനൊക്കെ പട്ടം പറപ്പിക്കുമ്പോൾ സിനിമയിൽ കാണിക്കുന്നുണ്ട് ശരിക്കും. ഒരു ഇത് ചൂടാക്കി കഴിക്കുന്നതല്ലേ? ഈ പശയ്ക്ക് വേണ്ടിയിട്ടാണോ? കഴിക്കാൻ പറ്റും. പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കാം. കഴുത്ത് ഉള്ളിത്തെ ഇത് അടിപൊളി. ഇത് പശയാണത്. പശയല്ല, ഇത് ചൂടാക്കിട്ടാ തിളപ്പിച്ച് മറ്റേ ഇതാക്കിട്ടേ വറ്റിച്ചെടുത്തിട്ടാ പശ ഉണ്ടാക്കാം. വീട്ടിൽ വെടിക്കെട്ട് പണിയല്ലായിരുന്നേ. അപ്പൊ അവിടെ ഇതുണ്ടാക്കാം. വലിയ അമിട്ടുകൾ അതിന്റെ കോറ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇതാണ് യൂസ് ചെയ്യാൻ. ഇതേപോലെ വരട്ടി 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 ഉണ്ടാക്കൂല്ലേ? ഇത് അവിടെ പോയിട്ട് ഇത് അധികം ഉണ്ടാവുന്നത് കടലോരങ്ങളിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൃഷി ആവശ്യങ്ങളൊക്കെ ഈ നദിയിൽ നിന്ന് തന്നെയാണ് വെള്ളം എടുക്കുന്നത്. ആ നദിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇതേപോലെ മോട്ടർ ഷെഡുകൾ ഉണ്ടാവും. ഓക്കെ, നല്ല പവർഫുൾ മോട്ടർ വെച്ചിട്ട് ഇതിങ്ങനെ അടിച്ച് കയറ്റും മുകളിലേക്ക്. എന്നിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് കൃഷി ആവശ്യങ്ങൾക്ക് അവർ യൂസ് ചെയ്യുന്നത്. കണ്ടോ, അതിൻ്റെ പവർ ലൈനാണ് വരുന്നത്. കണ്ടോ ആ മോട്ടർ ഷെഡിലേക്ക്. ഇതിവിടെ വർക്കേഴ്സ് താമസിക്കുന്ന ചെറിയൊരു വീടാണ്. അപ്പോൾ ഇത് കണ്ടോ അവരുടെ കുക്കിംഗ് ഏരിയ. വളരെ രസമായിട്ട് ഇത് നമ്മുടെ ഈ പണ്ടത്തെ തറവാട്ടിലൊക്കെ, എൻ്റെ പണ്ടത്തെ തറവാട്ടിലൊക്കെ പറമ്പിൽ ഇതേപോലെ കുക്ക് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ ഡ്രിങ്ക് കറുക്കല. ഓക്കെ, മറ്റേ ഒരു കഷ്ണം എടുത്ത് കൊടുത്തു. അതെ, ആ മണ്ണാവാത്തത് നല്ല തരിപ്പുണ്ട്. തരിപ്പില്ലേ? അത് കൊടുക്കും. അത് പറ്റില്ലടാ. അടിപൊളി. നമ്മൾ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ട്, കൂട്ടുകാർ പറ്റിച്ചിട്ടുണ്ട്, മറ്റേ കൊളീഗ്സ് പറ്റിച്ചിട്ടുണ്ട്. പക്ഷെ തെങ്ങ് ആദ്യമായിട്ട് ചരിക്കണം. കണ്ടോ, നാളികേരില്ല എൻ്റെ ഉള്ളിൽ.
വെട്ടി വന്നു. പിന്നെ ഒന്നും നാളികേരം കാണത്തില്ല. നാളികേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിലുള്ളതില്ലേ, അതില്ല. ഇതൊരു പ്രത്യേക തരമാണ്. തെങ്ങ് ചതിച്ച് അടിപൊളി. അയ്യോ വണ്ടി പോണേ. പിടിച്ചിട്ടാ പിടിച്ചിരിക്കും. ആ ഓടിച്ച് സ്റ്റാർട്ട് ചെയ്യണല്ലേ. അടിപൊളി. പക്ഷേ കാറ്റിങ്ങോട് വരണ ആക്ച്വലി ഇവിടെ നിന്നുള്ള ഫുഡാണ്, ഇവിടെ നിന്ന് കൃഷി ചെയ്തെടുക്കുന്ന ഫുഡാണ് കൂടുതൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് റിസോർട്ടിൽ കിട്ടുന്നത്. വളരെ ഓർഗാനിക്കായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫുഡാണ് അവർ നമുക്ക് തരുന്നത്. ആക്ച്വലി ബമ്പു കയറ്റം കുറച്ച് കയറ്റം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കാണുന്ന പോലെ നല്ല സ്റ്റീപ്പ് കയറ്റമാണ്. ഇപ്പോൾ ഈ പുതിയ റോഡ് ഇപ്പോൾ പണിതിട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല പൊടിയാണ്. ജീപ്പിൻ്റെ ഉള്ളിലൊക്കെ പൊടി അടിപൊളിയാണ്. ഓക്കെ, ഫുൾ പവർ ഇട്ടിട്ടാണ് കയറി പോകുന്നത്. പോകുമ്പോൾ രക്ഷയില്ല. അപ്പോൾ എന്തായാലും അട്ടപ്പാടി വരുന്ന ആൾക്കാർക്ക് താമസിക്കാൻ നല്ല വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു റിസോർട്ട് തന്നെയാണിത്, ഓക്സി വാലി റിസോർട്ട്. അവിടുത്തെ സ്റ്റാഫുകളെല്ലാം എന്തായാലും നല്ല അടിപൊളിയാണ്. സോ എല്ലാവരും വരിക, ഇവിടെ വന്ന് താമസിക്കുക. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നടന്ന് 1-2 ദിവസം വന്ന് നിന്ന് എന്താ പറയുക, കറങ്ങാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 2 ദിവസമൊക്കെ നമുക്കിവിടെ സ്റ്റേ ചെയ്ത് ഈ ട്രക്കിങ്ങിനും അതേപോലെ ചെറിയ ചെറിയ സേഫ് ആയിട്ടുള്ള കുറച്ച് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്താനായിട്ട് വിത്ത് ഫാമിലി വരാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ അതിനുള്ള ഫുൾ സപ്പോർട്ട് നമ്മുടെ ഓക്സി വാലി റിസോർട്ടിലുള്ള അതോറിറ്റീസ് തരും. സോ ഡോണ്ട് ഹെസിറ്റേറ്റ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. സോ അവർക്ക് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തരാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് കഴിഞ്ഞാൽ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നേരെ റിസോർട്ട് പോവുക, ലഞ്ച് കഴിക്കുക. ലഞ്ച് കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഞാൻ ഊട്ടിക്ക് പോകാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് അവിടെ തങ്ങാനല്ല, എനിക്ക് ആ വഴിയിൽ പോയി ആ ഏരിയയ്ക്കും കറങ്ങി. അട്ടപ്പാടി വഴി നമുക്ക് ഊട്ടിക്ക് കയറുന്ന ആ റോഡ് എന്ന് പറയുന്നത് നല്ല അടിപൊളി റോഡാണ്. അപ്പോൾ അവിടെ കടത്തിവിടുമെന്ന് അറിയില്ല, ചെക്ക് പോയിന്റിൽ നോക്കി നോക്കാം. എന്തായാലും ആ ഒരു വഴി പോയി കഴിഞ്ഞാൽ നല്ലൊരു ഡ്രൈവ് കിട്ടും. സോ അതിന് വേണ്ടിയിട്ട് ആ വഴി പോകും. കയറ്റി വിട്ടില്ലെങ്കിൽ തിരിച്ചു വരാം, കുഴപ്പം. Something around 70-75. ഓ ദൈവമേ, ഭക്ഷണം കഴിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറി നടക്കണല്ലോ. കുന്ന് കയറി ഇവിടെ ഞാൻ റൂം തന്നാൽ മതിയായിരുന്നില്ലേ? വ്യൂ വേണം താനും, എന്നാൽ ചവിട്ടി കയറാനും വയ്യ. അമ്മ സ്റ്റീപ്പ് ഇറക്കണം കേട്ടോ. ഏതാണ് ഇറക്കണം ശരിക്കും? അയ്യോ മൈ ഗോഡ്. വമ്പൻ കയറ്റോ. കാല് സ്ലിപ്പായി പോകുന്നു, വഴിക്ക് പോകുന്നു കാല്. അത്രയ്ക്ക് സ്റ്റീപ്പാ. മോർ ദാൻ 45 ഡിഗ്രി. കുറച്ചേരം കേട്ടോ. അയ്യോ, ഇത് നിങ്ങൾ 2 ഫ്ലോറാണ്. അമ്മേ കിതപ്പ് നിൽക്കണില്ല. 2 ഫ്ലോറിലായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിൽ ആ ലൈറ്റ് കാണുന്ന റൂം കണ്ടോ? ഞാൻ രാവിലെ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു. ഐ എം സോറി. ആ ലൈറ്റ് കാണുന്ന റൂമാണ്. കുറച്ച് നേരം കൂടെ റെസ്റ്റ് ചെയ്തിട്ട് ചെക്കൗട്ട് ചെയ്യണം. ചവിട്ടി കയറാൻ വയ്യ. മൈ ഗോഡ്. എന്ത് പഴത്തൊലിയോ? Okay, got ready and I'm going.
എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് എത്ര ഇവിടെ നിൽക്കണം എന്ന് തോന്നിയാലും ഒരുപാട് കാലം നമുക്ക് നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകാം. എന്തായാലും നല്ലൊരു സ്ഥലമാണ്, വന്ന് നിൽക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു വ്യൂ ആണ്. ഓക്കെ, സോ എല്ലാവരും ഇവിടെ വരിക. ഞാൻ എന്തായാലും വെക്കേറ്റ് ചെയ്യണം. ഓക്കെ, ബൈ. അങ്ങനെ വെക്കേറ്റ് ചെയ്തു. നല്ല വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. അവിടുത്തെ GM ആണെങ്കിലും അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് അവർ കാണിക്കുന്നത്. എനിവേ, നല്ലൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇവിടെ വരിക. ഈ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. സോ എനിവേ, നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി റൂട്ടിൽ ഇറങ്ങിയിട്ടാണ് ഞാൻ ആലോചിക്കുക ഇനി അടുത്തത് എവിടേക്ക് പോകണം. ഊട്ടിക്ക് പോയാലോ? വേണ്ട, നോക്കാം. എനിവേ, ഒരു 15 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഞാൻ തീരുമാനിക്കും എവിടേക്ക് പോകണം എന്നുള്ളത്. തൽക്കാലം അപ്പോൾ എന്തായാലും ഓക്സി വാലി റിസോർട്ടിന് തൽക്കാലത്തേക്ക് ബൈ. സോ എൻ്റെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇവിടെ വരണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ആ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ പേഴ്സണലി എന്നെ കോൺടാക്ട് ചെയ്യാം. എന്നെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. സോ ഐ വിൽ ഗിവ് യു ദ ഡീറ്റെയിൽസ് ഓഫ് ദി GM ഓർ ഹൂവർ. അപ്പോൾ അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്, വളരെ നല്ലൊരു സ്റ്റേ ആണ്. ഓക്കെ, മുള്ളി ഊട്ടി താവളം. നമുക്ക് നേരെ ഊട്ടിക്ക് പോകാം.